ബംഗ്ലാദേശ് വീണ്ടും മൂക്കും കുത്തി വീണിരിക്കുകയാണ് എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നു. ട്രംപാണ് ഇതിന് കാരണം. ലോക രാജ്യങ്ങൾക്കെല്ലാം തന്നെ മുക്കിന് താരിഫ് അടിച്ചു കൊടുക്കുന്ന ട്രംപ് ബംഗ്ലാദേശിന് 35% താരിഫാണ് ഇപ്പോൾ അടിച്ചു കൊടുത്തിരിക്കുന്നത് എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു. ഇതോടുകൂടി ബംഗ്ലാദേശിലെ ടെക്സ്റ്റൈൽ സെക്ടർ സമ്പൂർണ്ണമായി തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. നമുക്കറിയാം, ബംഗ്ലാദേശിൻ്റെ സാമ്പത്തിക അടിത്തറ എന്ന് പറയുന്നത് അവരുടെ ടെക്സ്റ്റൈൽ വ്യാപാരമാണ്, അല്ലെങ്കിൽ തുണി വ്യാപാരമാണ്. ഈ വ്യാപാരം സമ്പൂർണ്ണമായി തകർന്ന് തരിപ്പണമായിരിക്കുന്നു. ഇത് ഇന്ത്യക്ക് അനുഗ്രഹമായി മാറിയിരിക്കുകയാണ്. ഇതോടുകൂടി ഇന്ത്യയുടെ ടെക്സ്റ്റൈൽ സെക്ടർ US-ന്റെ ഈ ബംഗ്ലാദേശിന് കൊടുത്ത താരിഫോടുകൂടി ഒരു പുത്തൻ ഉണർവിലേക്ക് വന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗോകാൽദാസ് എക്സ്പോർട്സ് റോസ് 2.24%, വർദ്ധമാൻ 2.88%, വെൽപ്സൺ 2% with Trident, KPR Mill and Arvind Limited also gaining. അതായത് ഗോപാൽദാസ് എക്സ്പോർട്സ്, വർദ്ധമാൻ, വെൽപ്സൺ, ട്രിഡൻറ്റ്, KPR മില്ല്, അരവിന്ദ് ലിമിറ്റഡ് എല്ലാ നമ്മുടെ ടെക്സ്റ്റൈൽ വ്യാപാര മേഖലകളിലെ സ്ഥാപനങ്ങൾക്കും വലിയ രീതിയിലുള്ള നേട്ടമാണ് ഉണ്ടായതെന്നാണ് പറയുന്നത്. ട്രംപിൻ്റെ 35% ലെവി ബംഗ്ലാദേശിന് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമാണ് എന്നാണ് ബംഗ്ലാദേശ് ഇപ്പോൾ പറയുന്നത്. എന്തായാലും ഫോർ ലെസ് ദാൻ വാട്ട് ഈസ് നീഡഡ് എന്നാണ് ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. പോരാത്തതിന് US-ഉം ബംഗ്ലാദേശിനും തമ്മിലുള്ള ട്രേഡ് ഗ്യാപ്പ്, അതായത് വ്യവസായത്തിൻ്റെ ഒരു ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പിൻ്റെ അകലം കൂട്ടാനും ട്രംപിൻ്റെ ഈ 35% താരിഫ് ഉപകാരപ്പെട്ടു എന്നാണ് ഇപ്പോൾ ഇന്ത്യ വിലയിരുത്തുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.